പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ ഈ ടാൽറോപ്പിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് പറയുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വലിയ തട്ടിപ്പിന് കളമൊരുക്കുകയാണ് കേരളത്തിൻ്റെ കായിക ലോകം. ഇത് എങ്ങനെ ആണെന്ന് വെച്ചാൽ 2026 ഒരു കായിക മാമാങ്കം മറൈൻ ഡ്രൈവ് മാരത്തോൺ നടത്താൻ പോവുകയാണ് എന്നാണ് പരസ്യം. സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങളിലുമൊക്കെ ഈ പരസ്യം ഇപ്പോൾ തന്നെ കേരളത്തിലെങ്ങും പ്രചരിക്കുന്നുണ്ട്. ഏകദേശം 700 രൂപ കൊടുത്ത് ഈ വെബ്സൈറ്റിൽ അവർ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഭീമൻ സമ്മാന തുകയൊക്കെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് സൈബർ പോലീസ് മനസ്സിലാക്കുന്നത്. ധാരാളം പേരങ്ങനെ വീണടം വിഷ്ണു ലോകം ഓടിയാൽ ഇത്രയും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് കൊണ്ട് ചേർന്നിട്ടുണ്ട്. ഏകദേശം 700 രൂപ, നഷ്ടം വലുതല്ല. പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ മാരത്തോൺ ഓട്ടത്തിൻ്റെ മറവിലും ആളുകൾ കൊണ്ട് ഇട്ടു. പോയാൽ 700 അല്ലേ പോകൂ. അങ്ങനെ 1-2 പേരല്ല, നിരവധി ആളുകൾ തട്ടിപ്പിന് ഇരയായി. പൈസ പോയി. 700 വെച്ച് കുറേ ആയിരമാകുമ്പോൾ എത്ര ലക്ഷവും കോടിയാകുമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. വെബ്സൈറ്റൊക്കെ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഓട്ടം മാത്രം നടന്നില്ല. ഓട്ടം എന്തേ നടക്കാത്തതെന്ന് രജിസ്റ്റർ ചെയ്ത ആളുകൾ വിളിച്ചു തിരക്കുമ്പോൾ അവർ പറയുന്നത്, ഓട്ടമൊക്കെ നടക്കും, കാലാവസ്ഥ മോശമല്ലേ, ഒന്നുകിൽ അതിഭീകരമായ ചൂട്, അല്ലെങ്കിൽ അതിഭീകരമായ മഴ, ഇത് ഒന്നുമല്ലെങ്കിൽ സൂര്യ ആഘാതമുണ്ടാകാനുള്ള സാധ്യത, പിന്നെ ഭയങ്കര കാറ്റ്, റോഡിൽ കുണ്ടും കുഴിയും, അങ്ങനെ പറഞ്ഞ് ഓരോരോ ഉഡായിപ്പ് കാരണങ്ങൾ പറഞ്ഞ് മാരത്തോൺ ഓട്ടം ഇന്നും നടന്നില്ല, നാളെയും നടന്നില്ല, ഇനി ഒരിക്കലും നടക്കുകയില്ല എന്ന മട്ടായി. അങ്ങനെയാണ് പരാതിക്കാർ ചെറിയ തുകയാണെങ്കിലും പോലീസിനെ ഒന്ന് ഇക്കാര്യം ധരിപ്പിച്ചത്. പോലീസ് അന്വേഷിച്ചു നോക്കി. പോലീസ് അന്വേഷിച്ചപ്പോൾ ശരിയാണ് സംഗതി. മറൈൻ ഡ്രൈവ് മാരത്തോൺ 2026 കൊച്ചി എന്ന പേരിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ. ഇൻസ്റ്റഗ്രാമാണല്ലോ യുവാക്കളുടെയൊക്കെ താരം. യുവാക്കളാണ് ഓടാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഈ യുവാക്കളൊക്കെ ചാടി വീണ് ഇതിനകത്ത് പൈസ ഇടുന്നുണ്ടെന്നും പോലീസ് മനസ്സിലാക്കി. ഉടനെ കേരള പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തു. നിങ്ങൾ മത്സരിക്കാൻ, ഓടാൻ പോകുന്നതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ ഓടിപ്പിക്കുന്നവരുടെ പുറകെ ഓടാൻ നിങ്ങൾ പോകരുത്. നിങ്ങളെ കബളിപ്പിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഒന്നുകിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുക. നിങ്ങൾ മാരത്തോൺ മത്സരം നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ മത്സരം ശരിയാണോ എന്ന് അന്വേഷിക്കുക. ശരിയല്ല എങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കരുത്. ഈ സംഘാടകരെ കുറിച്ച് അന്വേഷിക്കുക. സംഘാടകർ ഇമാതിരിയുള്ള ഉഡായിപ്പുകൾ പലപ്പോഴും നടത്താറുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ വഞ്ചിതരാകരുത് എന്നാണ് പോലീസിൻ്റെ നിർദ്ദേശം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സ്വാഭാവികമായും ചോദിക്കാം, പോലീസ് എത്ര മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകൾ, ഓൺലൈന് ലോണുണ്ട്, ഓൺലൈൻ ചിട്ടിയുണ്ട്, ഓൺലൈൻ ആപ്പുകളുണ്ട്, ഓൺലൈൻ ഗെയിമിംഗ് ഉണ്ട്, ഓൺലൈൻ ഗാംബ്ലിംഗ് ഉണ്ട്. ഇതൊക്കെ പോകരുത്, നിങ്ങളുടെ പൈസ പോകുമെന്ന് പോലീസ് എത്ര കാലം ഉപദേശിച്ചു. അവസാനം പോയവരിൽ പലർക്കും പൈസ നഷ്ടമായി. ലക്ഷങ്ങളും നഷ്ടപ്പെട്ട ആളുകൾ പിന്നെ സ്വയം മരിച്ചു, സ്വയം ജീവനൊടുക്കി. കാരണം കടം തീർക്കാൻ നിവർത്തിയില്ല. നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും കടം വട്ടിപ്പലിശയ്ക്കൊക്കെ എടുത്തിട്ടാണ് ചീട്ടുകളി, ഓൺലൈൻ ഗെയിമിംഗ്. ഇതുപോലെ എത്ര തട്ടിപ്പുകൾ പോലീസ് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ മുന്നറിയിപ്പ് കൊടുത്താലും ആളുകൾ വീണ്ടും പോയി ചാടും. സ്വർണം ഇരട്ടിപ്പിക്കുന്ന ആളുകളുണ്ട്. സ്വർണം ഹോൾസെയിലായി വിൽക്കാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞിറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. സ്വർണമെന്ന് കേട്ടാൽ മഞ്ഞളിച്ചു പോകുന്ന കണ്ണുമായി നടക്കുന്ന മലയാളികൾ നേരെ പോയി ചാടിക്കൊടുക്കും. 1,00,000 പോവുകയുള്ളൂ, കിട്ടിയാൽ കൂടുതൽ കിട്ടില്ലേ എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. അങ്ങനെ കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകളുടെ കണക്കെടുത്താൽ ധാരാളമുണ്ട്. എല്ലാ തട്ടിപ്പുകൾക്കും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് ഉടനെ ഇടപെടും. എന്നിട്ട് പറയും, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആരും പൈസ കൊടുത്ത് കളയരുത്. പക്ഷേ എങ്കിലും പൈസ കൊടുത്തവരുടെ കാര്യം എന്താകുമെന്ന് ഇനി അവർ ഓടി തന്നെ വാങ്ങേണ്ടി വരും. ഏതായാലും മറൈൻ ഡ്രൈവ് മാരത്തോൺ 2026 കൊച്ചി എന്ന പരസ്യം തട്ടിപ്പാണ് എന്ന് സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും കാശ് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കരുത് എന്നാണ് പോലീസിൻ്റെ നിർദ്ദേശം.